ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാത്തി. ഇന്നത്തേത് ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇടയത്താഴത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവിൽ എനിക്ക് ചോറ് അത്ര ഇഷ്ടമല്ല. ഇടയത്താഴത്തിന് ചോറ് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഈ റമദാനിന് ഇതാദ്യമായിട്ടാണ് ഞാൻ ഇടയത്താഴത്തിന് ചോറ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ കണവത്തോരനും നാരങ്ങ അച്ചാറും പിന്നെ കണവ പൊരിച്ചതും ചാള പൊരിച്ചതുമാണ് ഉണ്ടായിരുന്നത്. ഇടയത്താഴത്തിന് ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ നോമ്പെടുക്കുകയാണെങ്കിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും 1 ലിറ്ററെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അളവറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ടിലാണ് വെള്ളം എടുക്കുന്നത്. ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 3/4 വെള്ളവും ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇനി ചായ കുടിയും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് കാലിയാകും. അങ്ങനെ സുബഹി ഭാഗമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമസ്കാരമാണ്. നമസ്കാരം കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റൊക്കെ വെറുതെ ഇരുന്നിട്ട് നല്ല വിശാലമായിട്ടൊരു ഉറക്കം. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തുപോയി. പെരുന്നാൾ ഡ്രസ്സ് എടുക്കുകയാണ് ഉദ്ദേശം. സ്റ്റുഡിയോയിൽ പുതിയ നല്ല കളക്ഷനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഷോപ്പിൽ നിന്നാണ് എൻ്റെ ഡ്രസ്സ് എടുത്തത്. അവിടെ നല്ല തിരക്കായിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. കുട്ടികളെ പഠിപ്പിക്കാനായാലും അവരെ എൻഗേജ് ചെയ്ത് ഇരുത്താനായാലും നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതിൽ ഫ്രൂട്ട്സ്, ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, വെജിറ്റബിൾസ്, അനിമൽസ്, ബേർഡ്സ് അങ്ങനെയുള്ളവരുടെ പേരും ഫോട്ടോസും ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കുട്ടികളിത് വലിച്ച് കീറോ എന്നുള്ള ടെൻഷനും വേണ്ട. കാരണം ഇതിൻ്റെ പേജുകളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ കുറച്ച് നേരം ഞാൻ പഠിക്കാറുണ്ട്. നോമ്പാകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരുപാട് നേരമൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. മിക്ക ദിവസങ്ങളിലും എനിക്ക് മടി ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ നോമ്പ് തുറക്ക് മസാലദോശ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് ദിവസമായിട്ട് മസാലദോശ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തു. പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരുപാട് ലൂസല്ലാത്ത നല്ല എരിവുള്ള വെള്ളച്ചമ്മന്തി ഒരുപാട് ഇഷ്ടമാണ്. കുറച്ച് നാളെ അത് കഴിച്ചിട്ടും. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസിനായിട്ട് കുറച്ച് തണ്ണിമത്തങ്ങ എടുത്തിരുന്നു. മസാല ദോശ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഏറ്റവും അവസാനം അത് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലൊരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമ്മൾ നേരത്തെ അറഞ്ചം പുറഞ്ചും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി.
കുറച്ച് നേരം കഴിയുമ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ദോശ ഇങ്ങനെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ തിരിച്ചിട്ടതാണ്. ദോശ നന്നായിട്ട് മൊരിച്ചെടുക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു, മാത്രവുമല്ല ബാങ്ക് കൊടുക്കാനുള്ള സമയവും ആയിരുന്നു. ആദ്യമായിട്ടുണ്ടാക്കിയ മസാല ദോശ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് നോമ്പ് തുറക്കാനിരുന്നത്. അത് വെറുതെയല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള മസാല ദോശ തന്നെയായിരുന്നു ഇത്. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് ഖുർആനൊക്കെ ഓതാറുണ്ട്. നേരത്തെ ഞാനിട്ടൊരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു സൂറത്ത് വാക്കിയ ഡെയിലി ഓതണം എന്ന്. ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാനത് ഓതാറുണ്ട്. പിന്നെ ഒരു ഖത്തം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതും മുടങ്ങാതെ ഓതാറുണ്ട്. പിന്നെ യാസീനും സമയം പോലെ മറ്റു ചില സൂറത്തുകളൊക്കെ ഓതാറുണ്ട്. ഈ റമളാൻ മാസം വളരെ വേഗത്തിൽ കടന്നുപോയതുപോലെ തോന്നി. നോമ്പൊന്ന് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നി. ഇപ്പോൾ ദാ പെരുന്നാളും എടുത്തു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അടുത്ത റമളാന് നോമ്പെടുക്കാനും പെരുന്നാൾ കൊള്ളാനും ഒക്കെ കഴിയട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.